ദിലീപ് ഞാൻ വരില്ല എന്ന് പറയുന്നുള്ള റീസൺ ഇതാണ്. എന്നെ മനസ്സിലാക്കാത്ത ഒരു സ്ഥലത്ത് ഞാൻ എന്തിനാ വരണേ? അയാളുടെ വേദന, അയാൾ അത്രയും വേദനിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ ശരിക്കും ഒറ്റപ്പെടുത്തിയത് തന്നെയായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. അല്ല, അതെന്താ വെച്ചാൽ ഒറ്റപ്പെടുത്തി എന്നുള്ളതല്ല. ഹേമ റിപ്പോർട്ട് വന്നതിന് ശേഷമാണ് മാധ്യമങ്ങളൊക്കെ വിരൽ ചൂണ്ടിയത് മോഹൻലാലിൻ്റെ അടുത്ത്. അംഗങ്ങൾ മുഴുവനും അന്നത്തെ AGM-ൽ എണീറ്റ് നിന്നിട്ട് റിക്വസ്റ്റ് ചെയ്തു, ലാലേട്ട പോവല്ലേ. ഇതൊന്നും അറിയാതെയാണ് പബ്ലിക്കിൻ്റെ അടുത്ത് പോയിട്ട് പരാതി പറയുന്നത്. ദിലീപിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയ സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഒരു കാരണവശാലും ഇത് മുടക്കം വരരുത്. ഇപ്പോൾ നമ്മളൊരു പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചാൽ മാത്രം പോരാ, അതിന് മുമ്പ് നമ്മൾ ഇതിനെപ്പറ്റി സ്റ്റഡി ചെയ്യണം. നമ്മൾ ബോക്സ് പൊട്ടിച്ച് നോക്കിയപ്പോഴാണ് നമുക്ക് മനസ്സിലായത് 74 പേരാണ് ഇതിനകത്ത്. ചാനലുകൾ സ്പോൺസർ ചെയ്യുന്ന ഒരു ഷോ ഉണ്ടാവാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ അവർ ഫീസിബിലിറ്റി ഇല്ല എന്ന് പറയുന്നു. പൈസ ചില്ലറ പൈസ അല്ല, ഒരുപാട് പൈസ വേണ്ടേ? ഈ കാര്യത്തിൽ ദിലീപിന് എതിരായിട്ട് തെളിവുകൾ ഉണ്ടെങ്കിൽ എന്തിനാണ് ഈ 8 വർഷം ദിലീപ് വരണമെന്ന് ആഗ്രഹിക്കുന്നില്ല? കാരണം എന്ന് വെച്ചാൽ ദിലീപിനെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടില്ല, ദിലീപിനെ കേൾക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടില്ല. ഇതാണ് ചോദിക്കേണ്ടത്. എന്തിനാണ് അമ്മ? ഞാൻ ആദ്യം എല്ലാവരോടും പറയാൻ പോകണമെന്ന് വെച്ചാൽ, നിങ്ങൾ ആദ്യം തന്നെ ഈ ബയലോ പഠിക്കണം. ഇറ്റ്സ് എ ബിഗിനിങ് ഓഫ് ജനാധിപത്യം ഇൻ അമ്മ. അമ്മ എന്ന് പറയുന്ന സംഘടന ഡെമോക്രാറ്റിക് വാല്യൂസിൽ ഊന്നി നിൽക്കുന്ന ഒരു സംഘടന തന്നെയാണ്. തീർച്ചയായിട്ടും 100%. കാരണം അതിന് രണ്ട് സെഗ്മെൻ്റ് ഉണ്ട് അതിനകത്ത്. ഈ ഡെമോക്രസി എന്ന് ഞങ്ങളുടെ അമ്മയ്ക്കകത്തുള്ള ഡെമോക്രസി എന്ന് പറയുന്ന അതിന് ഞാനിപ്പോൾ അതിനെ പറ്റി പഠിച്ചപ്പോൾ എനിക്ക് തോന്നിയത്, മോഹൻലാൽ റിസൈൻ ചെയ്യുന്ന വരെയുള്ള ഒരു കാലഘട്ടം, മോഹൻലാൽ റിസൈൻ ചെയ്ത് കഴിഞ്ഞ ശേഷം ഉണ്ടാകാൻ പോകുന്നൊരു കാലഘട്ടം, ഈ മോഹൻലാൽ വരെ ഉള്ളത് അവിടെ ഒരു എലക്ഷനോ കാര്യമായ ഒരു കോമ്പറ്റീഷനോ ഒന്നുമില്ലാത്ത ഒരു സെലക്ഷനായിരുന്നു. ഒരു കമ്മിറ്റി സെലക്ട് ചെയ്യുന്ന സമയത്ത് ഞങ്ങളെല്ലാവരും കൂടി ഇരുന്നിട്ട് ഇയാൾ പ്രസിഡൻറ്റ്, ഇയാൾ സെക്രട്ടറി, ഓക്കെ ഇയാൾ, അങ്ങനെയായിരുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ അത് ഡെമോക്രസി ആണോ എന്ന് ചോദിച്ചാൽ അവിടെ ഞങ്ങളെ സംബന്ധിച്ച ദിവസം ഡെമോക്രസിയാണ്. ദർ ഇസ് നോ ഒപ്പോസിഷൻ. വേറൊന്നും സാധനങ്ങളില്ല. കാരണം അവർ അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഇതാണത്. കാരണം മോഹൻലാലോ അല്ലെങ്കിൽ ഇതിൻ്റെ ഞങ്ങളുടെ ആദ്യത്തെ പ്രസിഡന്റ് മധുചേട്ടനാണെന്ന് തോന്നുന്നു. മധുചേട്ടൻ, സോമേട്ടൻ, പിന്നെ ഇന്നസെൻ്റ്, അങ്ങനെയുള്ള വലിയ വലിയ ഫിഗേഴ്സാണ് വരുന്നത്. അതിനുശേഷം മോഹൻലാൽ 2 ടേമിൽ. അതുവരെ ആ ഒരു കാലഘട്ടം വരെ നമുക്കൊരു അവിടെ ഡെമോക്രസി വേണോ അല്ലെങ്കിൽ ഓട്ടോക്രസി വേണോ എന്നൊന്നും നമുക്ക് ചിന്തിച്ചിട്ടില്ല. അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. എല്ലാവരും ഒരേ ശബ്ദമാണ് അമ്മയിലൊക്കെ. അത് ഒരു വ്യത്യാസങ്ങളില്ല. അവിടെ വലിപ്പ ചെറുപ്പങ്ങളില്ല, ജാതിയില്ല, മതമില്ല, പിന്നെ കക്ഷി രാഷ്ട്രീയങ്ങളില്ല. അങ്ങനത്തെ ഒരു സാധനം വരുന്നു. പിന്നീട് ഈ മോഹൻലാലിൻ്റെ പിന്മാറ്റമാണ് അമ്മയിൽ വലിയൊരു ടേണിംഗ് പോയിൻ്റായി. ഹിസ്റ്റോറിക്കലി വലിയൊരു ടേണിംഗ് പോയിൻ്റ് ആണെന്നാണ് ഇപ്പോഴത്തെ ഞാൻ കരുതുന്നത്. അതിന് ശേഷമാണ്. അതുവരെ ഡെമോക്രസി എന്ന് പറയുന്ന സാധനം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിലും അവിടെ പ്രാക്ടിക്കലായിട്ട് നടപ്പിലായിരുന്നില്ല. അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. എല്ലാവർക്കും സമ്മതനാണ്, സർവ്വസമ്മതനാണ്, ഒരു പ്രശ്നമില്ല. കാരണം ലാല് പിന്നെ പിൻവാങ്ങി പോകുന്നു പറഞ്ഞപ്പോൾ എല്ലാവരും സങ്കടത്തിലായിരുന്നു. ഹോൾ അംഗങ്ങൾ മുഴുവനും അന്നത്തെ AGM-ൽ എണീറ്റ് നിന്നിട്ട് റിക്വസ്റ്റ് ചെയ്തു, ലാലേട്ട പോവല്ലേ. അങ്ങനെ ആർക്ക് കിട്ടും? അപ്പോൾ ലാൽ വളരെ എഡമൻ്റായിട്ട് പറഞ്ഞു, എനിക്ക് വയ്യ. അതിനുള്ള കാരണങ്ങളുണ്ടല്ലോ. ഈ ഹേമ റിപ്പോർട്ടാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു സംഗതി വന്നത്. ഹേമ റിപ്പോർട്ട് വന്നതിന് ശേഷമാണ് ഈ മാധ്യമങ്ങളൊക്കെ വിരൽ ചൂണ്ടിയത് മോഹൻലാലിൻ്റെ അടുത്തേക്കാണ്. ദാറ്റ് ഇസ് ബിക്കോസ് ഹി ഈസ് ദി പ്രസിഡന്റ് ഓഫ് അമ്മ, ആൻസറബിൾ ആണ്. അപ്പോൾ എല്ലാ മീഡിയയും ഫോക്കസ് ചെയ്ത് അദ്ദേഹത്തിനാണ്. അങ്ങനെ ഫോക്കസ് ചെയ്ത് മാത്രമല്ല, ഇറലവൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചു. അത് അദ്ദേഹത്തെ വേദനിപ്പിച്ചു, ഭയങ്കരമായിട്ട് വേദനിപ്പിച്ചു. അപ്പോൾ ഞങ്ങളോടൊക്കെ ഞങ്ങൾ ഇതിന് ശേഷം സംസാരിച്ചപ്പോൾ ഒരു സന്ദർഭത്തിൽ ലാലിൻ്റെ കണ്ണ് നിറഞ്ഞു. ഇത്രയൊക്കെ നമ്മൾ ചെയ്തിരിക്കുന്നു, എന്തുകൊണ്ടാണ് ഈ മീഡിയ അല്ലെങ്കിൽ പ്രേക്ഷകർ ഇത് മനസ്സിലാക്കാത്തത് എന്നുള്ളതാണ് ഒരു വളരെ ന്യായമായൊരു ചോദ്യമല്ലേ. നമ്മളിതൊക്കെ ചെയ്യുന്നുണ്ട്, നമ്മളിതിന് അമ്മയിലകത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആർക്കും ഒരു കംപ്ലൈൻറ്റും ഇല്ല. അങ്ങനെയാണ്. അപ്പം ഈ മോഹൻലാലിൻ്റെ ഇത് കഴിഞ്ഞു,
ആ ഒരു കാലഘട്ടം കഴിഞ്ഞോടുകൂടി തന്നെയാണ് ഇവിടെ അത് എനിക്ക് തോന്നുന്നത് വെച്ചാൽ അതൊരു എപ്പോഴും ഒരു ഒരു ഡിസാസ്റ്റർ വന്നതിന് ശേഷമാണല്ലോ വലിയൊരു ഡെവലപ്മെൻറ്റ് ഉണ്ടാവുക. ഒരു സംതിങ് ഹാസ് ടു ഹാപ്പൻ, സം ഡിസാസ്റ്റർ ഷുഡ് ഹാപ്പൻ, അതിന് ശേഷം ഉരുത്തിരിയുന്ന സംഗതിയാണ്. അതേപോലെ തന്നെയാണ് അമ്മയിൽ മോഹൻലാൽ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ മാറ്റം, ദാറ്റ് ഇസ് എ ഡിസാസ്റ്റർ ഫോർ അമ്മ. അതിനുശേഷം ആണ് ജനാധിപത്യം ഇവിടെ തലവെക്കുന്നത്. ഇപ്പോൾ ജനാധിപത്യം വളരെ പ്രത്യക്ഷമായിട്ടുണ്ട് അമ്മയിൽ. ഇപ്പോൾ ഇലക്ഷനാണ്. ഇലക്ഷൻ ആർക്ക് വേണേൽ നിശ്ചയിക്കാം. 74 നോമിനേഷൻസാണ് ഇത് ചെയ്തിട്ടുള്ളത് നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? 74 പേര് നോമിനേഷൻ പേപ്പേഴ്സ് സബ്മിറ്റ് ചെയ്തു. അത് തന്നെയാണ് ജനാധിപത്യം എന്ന് പറയാനുള്ള കാരണം. ആർക്ക് വേണമെങ്കിൽ കൊടുക്കാം. കാരണം എല്ലാവരും വിചാരിക്കുന്നത് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അങ്ങനെ 74 പേരുടെ നോമിനേഷൻസ് വന്നതിന് ശേഷം ഈ നമ്മൾ ബോക്സ് പൊട്ടിച്ച് നോക്കിയപ്പോഴാണ് നമുക്ക് മനസ്സിലായത് 74 പേരാണ് ഇതിനകത്ത് നോമിനേഷൻ പേപ്പേഴ്സ് സബ്മിറ്റ് ചെയ്തത്. പിന്നെ നമ്മളത് ഈ പിൻവലിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 31-ാം തീയതിയായിരുന്നു. അല്ലല്ല, അതിനുശേഷം ഒരു ഇതെന്ന് തോന്നുന്നു. ആ പിൻവലിക്കുന്ന ലാസ്റ്റ് ഡേയിൽ ഏതാണ്ട് 75% ആൾക്കാർ പിൻവലിച്ചു. അതിൻ്റെ അർത്ഥം എന്താണ്? അവിടെയും ജനാധിപത്യമാണ്, അവിടെ ഇഷ്ടം എന്നുള്ളത്. കാരണം എനിക്ക് തോന്നി അത് ഞാൻ ചെയ്തത് ശരിയായില്ല. കാരണം ഞാൻ ഇങ്ങനത്തെ ഒരു ഓർഗനൈസേഷനിൽ ഞാൻ എൻ്റെ ആവശ്യമില്ല. ഇവിടെ ജനാധിപത്യം വിജയിക്കണമെങ്കിൽ ഈ 74 നോമിനേഷൻ്റെ ആവശ്യമില്ല, കുറച്ച് ആൾക്കാർ മതി. അങ്ങനെയാണ് ഇപ്പോൾ വളരെ കുറഞ്ഞു. ഈ പ്രസിഡന്റ് എന്ന സ്ഥാനത്തേക്ക് മത്സരിക്കാൻ ആയിട്ട് നോമിനേഷൻ കൊടുത്തിട്ടുള്ള 6 പേരാണ്. 4 പേരും മാറി, ഇപ്പോൾ 2 പേരായിട്ട് കുറഞ്ഞു. ഇത് തന്നെയാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. രാഷ്ട്രീയമായി നോക്കുന്നപ്പോൾ ജനാധിപത്യം ഹാസ് സ്റ്റാർട്ടഡ് ബിക്കമിങ് ഇൻ അമ്മ. ഇറ്റ്സ് എ ബിഗിനിങ് ഓഫ് ജനാധിപത്യം ഇൻ അമ്മ. സർ, നമ്മൾ ഫിലിമിലിപ്പം ലാലേട്ടൻ ഒരു സീനിൽ മരിക്കുന്ന കണ്ടാലോ, അല്ലെങ്കിൽ ക്ലൈമാക്സിൽ മരിക്കുന്നത് കണ്ടാലോ, കരയുന്ന കണ്ടാലോ, ഒന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് കയറിയാലോ കരയുന്ന പ്രേക്ഷകരാണ് അല്ലേ നമുക്ക് ചുറ്റും. അപ്പോൾ സ്വാഭാവികമായിട്ടും റിയൽ ലൈഫിൽ അദ്ദേഹം എടുത്ത് താലോലിച്ചുകൊണ്ട് നടന്ന അമ്മ എന്ന സംഘടനയിൽ അദ്ദേഹം ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്ന ഇന്നച്ചൻ ചേട്ടൻ അല്ലെങ്കിൽ ഇന്നസെൻറ്റ് ചേട്ടൻ എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം ഇന്നസെൻറ്റ് ചേട്ടൻ 10-17 വർഷമായിട്ട് കൊണ്ടു നടന്ന, അതായത് നമ്മൾ പറയുന്നത് ഡിസ്പ്യൂട്ടബിൾ കൊണ്ടു നടന്ന ഒരു പൊസിഷനിലും ആർക്കും ഒരു പരാതി ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ കൊണ്ടു നടന്ന അപ്പോൾ ലാലേട്ടനെ വിഷമിപ്പിക്കുക, കരയിക്കുക, അല്ലെങ്കിൽ ആ ഒരു ലെവലിലേക്ക് അത് ആ സംഭവം കൊണ്ടെത്തിച്ചു. അപ്പോൾ ഇത് ശരിക്കും നമ്മളൊരു ഫാമിലിയായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അച്ഛനും അമ്മയും നന്നായിട്ട് കഷ്ടപ്പെടുന്നു. അവരെങ്ങനെ കഷ്ടപ്പെടുന്നു മക്കളെ അറിയിക്കാതെ വളർത്തുന്ന അച്ഛനമ്മമാരുണ്ട്, അവരുടെ കഷ്ടപ്പാട് അറിയിച്ച് വളർത്തുന്ന അച്ഛനമ്മമാരുണ്ട്. അപ്പോൾ ജനങ്ങൾക്ക് അറിയില്ല എന്താണ് ഈ സംഘടന ഉണ്ടാവേണ്ടുന്ന ആവശ്യകത. എന്തിനാണ് ഇങ്ങനൊരു സംഘടന? കുറേ പേർക്ക് വന്നിട്ട് ഇങ്ങനെ എന്താ പറയുക, നമ്മൾ ഭോഷ്ക്ക് കാണിക്കാനാണോ, ബോസ്റ്റ് ചെയ്യാനാണോ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട് അല്ലേ. അപ്പോൾ ജനങ്ങൾക്ക് അറിയില്ല എന്തിനാണ് അമ്മ എന്നൊരു സംഘടന. എല്ലാവർക്കും സ്വന്തമായിട്ട് അഭിനയിക്കുന്നുണ്ട്, കാശുണ്ടാക്കുന്നുണ്ട്, അവരെല്ലാം സ്വന്തം കാലിൽ നിൽക്കുന്നുണ്ട്. പിന്നെ ഇവർക്ക് എന്തിനാ ഇങ്ങനെ ഒരു സംഘടന? അപ്പം ജനങ്ങളിലേക്ക് വേണ്ടി ഒരു ഉത്തരം തരാൻ കഴിയും. ഇത് വൺ ഓഫ് ദ ബെസ്റ്റ് ക്വസ്റ്റ്യൻസ് യു ആസ്ക്ഡ് ടുഡേ. വൺ ഓഫ് ദി ബെസ്റ്റ് വൺ, വെരി റിലവൻറ്റ് ക്വസ്റ്റ്യൻ. കാരണം വെച്ചാൽ ഇതാണ് ചോദിക്കേണ്ടത്. എന്തിനാണ് അമ്മ എന്നുള്ളതാണ് നമ്മൾ ചോദിക്കേണ്ടത്. അതിനാണ് നമ്മൾ ഈ അമ്മ എന്ന സംഘടന മോഹൻലാലിനോ മമ്മൂട്ടിക്കോ സുരേഷ് ഗോപിക്കോ പൃഥ്വിരാജിനോ ദേവനോ അല്ല ആവശ്യം. ഇതാണ് എൻ്റെ ആദ്യത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് വെച്ചാൽ ഇവിടെ ഇപ്പം നമുക്ക് ഈ ഇൻഡസ്ട്രിയിൽ ഏതാണ്ട് 1000 ടോട്ടൽ അംഗങ്ങളുണ്ട് നമ്മുടെ. അത് ഇതുകൊണ്ട് ഡയറക്റ്റായിട്ട് ജീവിക്കുന്ന ഈ കലാകാരികളും കലാകാരന്മാരും നടനും നടികളുമായിട്ട് ഉണ്ട്. അതിൽ ഈ അമ്മ 1994 ആരംഭിച്ചത്. അത് നമ്മുടെ നാഗവള്ളി ചേട്ടനും അങ്ങനെ കൂടി കുറച്ച് ആൾക്കാരും ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ ഫൗണ്ടർ മെമ്പേഴ്സ് എന്നൊക്കെ പല വിധത്തിലുള്ള അസോസിയേഷൻ നമുക്കുണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് അന്ന് തന്നെ പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഇത് ആവശ്യം എന്താ? ആവശ്യം നമുക്കല്ല. കാരണം അന്ന് മോഹൻലാലൊക്കെ ഈ ചർച്ചയിലുണ്ടായിരുന്നു. അന്ന് ഊട്ടി വെച്ചിട്ടാണ് ഇതിൻ്റെ ആദ്യത്തെ ചർച്ച ഒരു സിനിമയിൽ. ആ സമയത്ത് മോഹൻലാലും എല്ലാവരും ഉണ്ടായിരുന്നു. മമ്മൂട്ടി വേറെ പടം,
ലാല് വേറെ പടം, അങ്ങനെയുള്ള പലരും പല പടങ്ങളുണ്ടായെങ്കിൽ ഊട്ടിയാണ് അതിൻ്റെ ഒരു വെന്യൂ ആയിട്ട് വന്നത്. അപ്പോൾ എല്ലാവരും കൂടി തീരുമാനിച്ചത് മുരളി, ആക്ടർ മുരളി ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ തീരുമാനിച്ചത് ഇത് നമുക്ക് വേണ്ടിയിട്ടല്ല, ഇത് കാരണം നല്ല ലെവലിൽ നിൽക്കുന്ന ആർട്ടിസ്റ്റുകൾക്ക് വേണ്ടി നിൽക്കാനുള്ള അല്ല ഇത്. ഇതൊരു ക്ലബ്ബല്ല. ദിസ് ഇസ് നോട്ട് എ ക്ലബ്. ദിസ് ഇസ് നോട്ട് എ ക്ലബ്. ഇത് കാരണം നമ്മുടെ ഇൻഡസ്ട്രിക്കകത്ത് ഒരുപാട് ആൾക്കാർ ഉണ്ട്. പക്ഷെ അവർ ഈ ആക്ച്വലി ലൈം ലൈറ്റിൽ നിൽക്കുന്നതും നമുക്ക് പണമുണ്ടാക്കുന്നതും ഈ ടോട്ടൽ നമ്പർ ഓഫ് ആർട്ടിസ്റ്റുകൾ എൻ്റെ ഒരു 30% ആൾക്കാർ മാത്രമേ ഉള്ളൂ. ബാക്കി 70% ഉണ്ടല്ലോ. 70% കഷ്ടപ്പെടുന്നവരാണ്. അവർക്ക് പണ്ടുകാരും നല്ല രീതിയിൽ പടങ്ങൾ കിട്ടുകയും സമ്പാദ്യം ഉണ്ടാവുകയും ചെയ്തിരുന്നവർ ഇപ്പോൾ ഒന്നുമില്ലാതെ നടക്കുന്നവരാണ്. ഒന്നുമില്ലാതെ കഷ്ടപ്പെടുന്നവരുണ്ട്. അങ്ങനെ ഒരു 70% ആൾക്കാർക്കും ഇതില്ല. അപ്പം നമ്മളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് അവരാണ്. അങ്ങനെയാണ് ഈ അമ്മ തുടങ്ങുന്നത്. അല്ലാതെ നമ്മളുടെ വലിയ സൂപ്പർ സ്റ്റാറുകൾക്കും വലിയ സാമ്പത്തിക ശേഷിയുള്ള സ്റ്റാറുകൾക്കും ഉള്ള ഒരു സംഘടനയല്ല അമ്മ. അവിടെയാണ് അമ്മയുടെ പ്രസക്തി. അതായത് അമ്മയുടെ പ്രസക്തിയല്ല, ഇതിന് പിന്നിൽ നിന്നിരുന്ന സൂപ്പർ സ്റ്റാറുകളുടെ പ്രസക്തി അവിടെയാണ്. Because they are also contributing. Yes, they are contributing. കാരണം എന്ന് വെച്ചാലേ ഞാൻ ഈ 4 ഭാഷകളിലും അഭിനയിക്കുന്ന ഒരാളാണ്. ഈ 4 ഭാഷകളിൽ ഈ അമ്മ പോലത്തെ അസോസിയേഷൻസ് ഉണ്ട്. തമിഴിലും തെലുങ്കിലും കന്നഡത്തിലൊക്കെ ഉണ്ട്. പക്ഷെ അവിടെ ഒന്നും നടക്കാത്ത, ഒന്നുമില്ലാത്ത ഒരു സംഗതിയാണ് ഈ അമ്മ. അമ്മ എന്ന പേര് ഉണ്ടായത് തന്നെ വലിയ സംഭവമാണത്. മനസ്സിലല്ലേ? അമ്മ ഒരു തണലാണ്, ആശ്വാസമാണ്, ഒരു സംരക്ഷണമാണ്. അതാണ് ഇതിൻ്റെ ഉദ്ദേശം. അങ്ങനെയാണ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വരുന്നുണ്ട്. അതിൽ ഞാൻ പറഞ്ഞേ, ഇപ്പോൾ കുറേ പൈസ വേണ്ടി വരില്ലേ സാർ ഇത്രയും പേരെ സംരക്ഷിക്കാൻ? പൈസ ചില്ലറ പൈസ അല്ല, ഒരുപാട് പൈസ വേണ്ടേ? അതിൻ്റെ കോൺഫിഡൻസ് എന്ന് വെച്ചാൽ അത് നമ്മൾ ഇപ്പോൾ ഞാൻ പറഞ്ഞു ഈ നമ്മുടെ സൂപ്പർ സ്റ്റാറുകളുടെ ഏറ്റവും വലിയൊരു കരുണ എന്താണെന്ന് വെച്ചാൽ, കാരണം അവർ ഒരു ദിവസത്തിന് കോടിക്കണക്കിന് പണം വാങ്ങുന്നവരാണ് അവർ. മനസ്സിലായല്ലോ? ഈ അമ്മയ്ക്ക് ഒരു വർഷത്തിന് നമ്മളൊരു അമ്മയ്ക്ക് വേണ്ടി നമ്മൾ ഒരു സ്റ്റാർ ഷോയിൽ പോകുക കഴിഞ്ഞാൽ ഒരു 10-15 ദിവസം റിഹേഴ്സൽ, അതിൻ്റെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ അതൊന്നും ഒരു പൈസയും വാങ്ങാതെ, വാഹനക്കൂലി വരെ വാങ്ങാതെ അവരവിടെ നിന്നുകൊണ്ട് ഉണ്ടാക്കുന്ന പണമാണിത്. ഇറ്റ് ഇസ് ദെയർ സാക്രിഫൈസ്. ആ പണം മുഴുവനും അപ്പം നമുക്ക് ഒരു ശരിക്കും ഒരു 5 കോടി 6 കോടി വരെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇതിനകത്ത് എക്സ്പെൻസ് എന്ന് പറയുന്നത് നില്ലാണ്. അത് ഈ ഓർഗനൈസേഴ്സ് കൊടുത്തോളും. നമുക്ക് സോളിഡായിട്ടുള്ള ഒരു പണം നമുക്ക് കിട്ടും. ഇത് വെച്ചിട്ടാണ് നമ്മൾ എല്ലാവർക്കും കൊടുക്കുന്നത്. ഇന്ന് തന്നെ ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് കണക്ക് അനുസരിച്ച് നമുക്ക് ഒരു മാസം ഈ കൈനീട്ടം 5000 രൂപ വെച്ചിട്ട് 127 പേര് കൊടുക്കുന്നുണ്ട്. ഈ കൈനീട്ടം ഒരു 127 പേര് കൊടുക്കുന്നുണ്ട് 5000 രൂപ വെച്ച്. അത് കൂടാതെ നമ്മൾ മാസം 10,000 റുപ്പീസിൻ്റെ മെഡിക്കൽ കിറ്റ് കൊടുക്കുന്നുണ്ട് എല്ലാ മാസവും 1-ാം തീയതി. ഈ രണ്ടും ഈ സെലക്റ്റഡ് ആയിട്ടുള്ള അവശത അനുഭവിക്കുന്നവർക്ക് എത്തിക്കുന്നുണ്ട്. ഒരു ദിവസം പോലും തെറ്റാതെ ഈ നിമിഷം വരെ, ഈ ദിവസം വരെ. മനസ്സിലായാലും എന്തെല്ലാം പ്രശ്നം ഉണ്ടായാലും ഇത് നടന്നിരിക്കും. മനസ്സിലായി? ദാറ്റ് ഈസ് ഇറ്റ് നോട്ട് വണ്ടർഫുൾ? ഡെഫിനറ്റ്ലി യെസ്. പക്ഷെ ഇത് മീഡിയയ്ക്കോ അല്ലെങ്കിൽ പ്രേക്ഷകർക്കും മനസ്സിലായിട്ടില്ല, അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഞാൻ എൻ്റെ പ്രത്യേകമായിട്ടുള്ള പലപ്പോഴും ഞാൻ പറയാറുണ്ട്, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞില്ലെങ്കിൽ ഇതേപോലത്തെ കഷ്ടപ്പാടുകൾ നമ്മുടെ ആൾക്കാർ ധാരണ ഇതൊരു വലിയ സംഭവമാണ്, അവർ കോടിക്കണക്കിന് പണം ഉണ്ടാക്കുന്നു. ഈവൺ ഇപ്പോൾ പറഞ്ഞല്ലോ, ഇപ്പോൾ ഇത് അറിയാത്തവരാണ് നമ്മുടെ GSTക്കാരും ഇൻകം ടാക്സുകാരും. അവർക്കറിയില്ല. അവരാരും ഇത് പ്രോഫിറ്റാണെന്നാണ്. ഈ നമ്മൾ വാങ്ങുന്ന നമുക്ക് കിട്ടുന്ന ഫണ്ട് മുഴുവനും പ്രോഫിറ്റാണ്. അതിൻ്റെ പേര് GST വേണം, അതിൻ്റെ പേര് ഇൻകം ടാക്സ് വേണമെന്ന് പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇതിനകത്ത് ഞാൻ എൻ്റെ അറ്റംപ്റ്റ് തുടങ്ങിയ ഉടനെ ഞാനിതൊക്കെ അന്വേഷിച്ചതാണ്. എന്തൊക്കെയാണ് ഇവിടുത്തെ പ്രശ്നം നമ്മൾ അറിയണമല്ലോ. ഇപ്പോൾ നമ്മളൊരു പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചാൽ മാത്രം പോരാ, അതിന് മുമ്പ് നമ്മൾ ഇതിനെപ്പറ്റി സ്റ്റഡി ചെയ്യണം. അപ്പോൾ ഞാൻ എല്ലാം കംപ്ലീറ്റ് എന്തൊക്കെയാണ് എൻ്റെ പ്രശ്നങ്ങൾ, എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക, എന്തൊക്കെ തിരുത്തലുകൾ നമുക്ക് ചെയ്യണം, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു. അങ്ങനെ ഇപ്പോൾ GST എന്ന് പറയുന്ന വലിയൊരു വാള് നമ്മുടെ തല്ല് കയറി കിടക്കുന്നുണ്ട്. വലിയൊരു എമൗണ്ടാണ് അതിൻ്റെ ഒരു ഷോക്കോസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്.
അപ്പോൾ അത് അവരുടെ അടുത്ത് പോയി സംസാരിച്ച് അത് മാറ്റിക്കണം. കാരണം മാറ്റാൻ പറ്റും. കാരണം നമ്മുടെ റെക്കോർഡിക്കലി നമ്മൾ ഈ കിട്ടുന്ന പണം മുഴുവനും നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്നില്ല. ഇത് നമ്മുടെ പാവപ്പെട്ട ആർട്ടിസ്റ്റുകളുടെ വീട്ടിലേക്കാണ് എത്തിക്കുന്നത്. അപ്പോൾ അതിനുള്ള പ്രൊവിഷനുണ്ട്. ഈ നമ്മുടെ ഇൻകം ടാക്സ് ആക്ടിലും GST ആക്ടിലൊക്കെ അങ്ങനെ ഉണ്ട്. പക്ഷെ അത് പോയി സംസാരിക്കാനായിട്ട് ആർക്കും ഇതുവരെ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ അതൊക്കെ ടേക്കപ്പ് ചെയ്യും. അങ്ങനെ ടേക്കപ്പ് ചെയ്യും. അതുപോലെ ഫണ്ടിൻ്റെ കാര്യത്തിൽ ഇനി ഈ ചാനലുകൾ സ്പോൺസർ ചെയ്യുന്ന ഒരു ഷോ ഉണ്ടാവാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ അവർ ഫീസിബിലിറ്റി ഇല്ല എന്ന് പറയുന്നു. ഇറ്റ്സ് നോട്ട് വയബിൾ. കാരണം അവർക്ക് പ്രോഫിറ്റ് കിട്ടണമല്ലോ. അപ്പോൾ പ്രോഫിറ്റ് കിട്ടാൻ സാധ്യതയില്ലാത്തതുകൊണ്ട് അവർ വളരെ ചുരുങ്ങിയ ലെവലിലുള്ള മാത്രം ചെയ്യുന്നുള്ളൂ. അത് അമ്മയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അടിയാണ്. അപ്പോൾ ഇനി ഫർദർ ഇപ്പോൾ നമുക്ക് സ്റ്റേജ് പ്രോഗ്രാംസ് ഇനി ഉണ്ടാവാൻ സാധ്യതയില്ല. അപ്പോൾ നമ്മൾ അതിനൊരു ഓൾട്ടർനേറ്റീവ് സോഴ്സസ് കാണണം. അപ്പോൾ ഞാൻ അതും കണ്ടിട്ടുണ്ട്. അത് എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഞാൻ അതിനൊക്കെ വെച്ചാൽ നമുക്ക് ഒന്നാമത്തെ കാര്യം നമുക്ക് ഈ ഇതുണ്ടല്ലോ, ഈ കോർപ്പറേറ്റ് കമ്പനിയിൽ നിന്ന് കിട്ടുന്ന CSR ഉണ്ട്. കാരണം നമുക്കത് അർഹരാണ്. നമ്മൾ ഈ കോർപ്പറേറ്റ് കമ്പനി CSRന് അർഹരാണ്. ഓൺലി തിങ് ഈസ് നമ്മൾ ആ അർഹത കൊണ്ട് അവർക്ക് പ്രസൻറ്റ് ചെയ്താലേ കിട്ടുള്ളൂ. നമ്മളിവിടെ ഇരുന്നിട്ട് അർഹത എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അതിനെ പോയിട്ടില്ല. ഈ വലിയ വലിയ കോർപ്പറേറ്റ് കമ്പനികളിൽ പോയി സംസാരിച്ചു കഴിഞ്ഞാൽ അവരുടെ CSRൽ നിന്ന് ഒരു ഭാഗം നമുക്ക് കിട്ടും. അതൊന്ന് കിട്ടും. അങ്ങനെ ഒരുപാട് സോഴ്സസ് നമുക്കുണ്ട്. അതൊക്കെ വെച്ചിട്ടാണ് അങ്ങനെയാണ് ഞാൻ വർക്കൗട്ട് ചെയ്യുന്ന സ്കീമുകൾ അതാണ്. അങ്ങനെ നമുക്ക് അമ്മ ഇന്നസെൻ്റ് കാലഘട്ടം പോലെയുള്ള ഒരു സുവർണ്ണകാലമായിട്ട് മാറ്റാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. സാർ ഇതിലൊരു സാറിൻ്റെ കാൻഡിഡേച്ചർ അതിൽ സാറിൽ കാണുന്ന ക്വാളിറ്റീസും കോൺഫിഡൻസും എന്തൊക്കെയാണ്? ഞാൻ അതിന് ക്വാളിഫൈഡ് ആണെന്നാണ് എൻ്റെ വിശ്വാസം. ഇൻ ദി സെൻസ്, കാരണം ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞിട്ടേ, ഞാൻ എപ്പോഴും ഒരു നിഷ്പക്ഷമായിട്ട് ചിന്തിക്കുന്ന ഒരാളാണ്. ഒരിക്കലും ബയസ്ഡ് അല്ല ഫോർ എനിത്തിങ്. രണ്ടാമത് പിന്നെ കപ്പാസിറ്റി എന്ന് പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് കപ്പാസിറ്റി ഉണ്ടാവും. അത് ഞാൻ ബേസിക്കലി ഒരു പൊളിറ്റീഷ്യനാണ്. ഫ്രം മൈ ചൈൽഡ്ഹുഡ് ഞാൻ സ്റ്റുഡൻറ്റ് പോളിറ്റിക്സിൽ വന്ന ആളാണ്. സ്വന്തം പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടാക്കിയ ഒരാളാണ്. 2004 കേരള പീപ്പിൾസ് പാർട്ടി എന്ന് പറഞ്ഞ പാർട്ടി ഉണ്ടാക്കി 20 വർഷമായിട്ട് അത് കൊണ്ട് നടന്ന ആളാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംതിങ് വെരി ഗ്രേറ്റ്. ഞാൻ പറഞ്ഞ കക്ഷി രാഷ്ട്രീയവും പൊളിറ്റിക്സും തമ്മിൽ വ്യത്യാസമുണ്ട്. കക്ഷി രാഷ്ട്രീയം വ്യത്യാസമുണ്ട്. ഈ രാഷ്ട്രീയമില്ലാതെ നമുക്ക് രാഷ്ട്രീയം നമ്മുടെ ജീവവായുവാണ് എല്ലാവരുടെയും. കക്ഷി രാഷ്ട്രീയമാണ് പ്രശ്നം. ഓരോ കക്ഷികൾ, ആ കക്ഷി ഈ കക്ഷി, അങ്ങനെയാണ് പ്രശ്നങ്ങൾ. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് സ്റ്റഡികൾ എൻ്റെ ജീവിതത്തിലുണ്ട്. അതുമാത്രമല്ല, എനിക്ക് തോന്നുന്നു ഓപ്പോസിറ്റ് ജെൻഡർ നമ്മൾ ഏറ്റവും ലെസ് അഡ്രസ്സ് ചെയ്തു. ഇപ്പോൾ ഏറ്റവും കൂടുതൽ പരാതി ഉയരുന്നൊരു ഇതാണ് സ്ത്രീകളെ കുറിച്ചുള്ള പ്രശ്നങ്ങളൊക്കെ വളരെ ലെസ് അഡ്രസ്സ് ചെയ്തു. അപ്പോഴും ശ്വേത മാമിൻ്റെ ഇഷ്യൂ വന്ന സമയത്തും സാർ അത് വളരെ മാമിനെ സാർ ഞാനൊരു പേഴ്സണാണ്, അപ്പോൾ എനിക്ക് ശ്വേത എൻ്റെ ആസ് എ പേഴ്സൺ എനിക്ക് സപ്പോർട്ട് ചെയ്യണം, അല്ലാണ്ട് ഞാൻ എപ്പോഴും ഇങ്ങനെ എന്താ പറയുക ഓപ്പോസിറ്റിൽ നിന്ന് മത്സരിക്കുന്ന ആളായിട്ടല്ല കണ്ടേക്കുന്നത് എന്ന് പറഞ്ഞ് സാർ സപ്പോർട്ടും ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ. സാർ അപ്പോൾ നമ്മളിപ്പോൾ ഇന്ത്യ ആയാലും തന്നെ കോൺസ്റ്റിറ്റ്യൂഷനെ ബേസ് ചെയ്താണ് വർക്ക് ചെയ്യണം. അപ്പോൾ നത്തിങ് ഈസ് എബോവ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയും. പിന്നെ ഉള്ളത് പീപ്പിളാണ്, നമുക്കല്ലാതെ വേറെ ആളെ വയ്ക്കാനും പറ്റില്ല. അതുപോലെ തന്നെ ബൈലോസും റൂൾസും എല്ലാം തന്നെ എല്ലാ സംഘടനകളിലും ഉണ്ട്. അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി അത് ഫോളോ ചെയ്ത് തന്നെയാണ് ഇത്രയും കാലം പോയതെന്ന്. ഫോർ എക്സാമ്പിൾ എനിക്ക് ചോദിക്കാൻ കാരണം, പണ്ട് തിലകൻ ചേട്ടൻ്റെ ഒരു എക്സാമ്പിൾ ഉണ്ട്, ഇന്ന് ഷമ്മി തിലകൻ ചേട്ടൻ്റെ ഒരു ഇതുണ്ട്, പിന്നെ ദിലീപ് ഏട്ടൻ, പിന്നീട് സിദ്ദിഖേട്ടൻ, ഇപ്പോൾ ഈ റീസെൻ്റ്ലി നമ്മൾ പറയുകയാണെങ്കിൽ ബാബുരാജ് ചേട്ടൻ. അപ്പോൾ ഇവരെല്ലാവരും ഈ ചിലടത്ത് ബൈലോ ഉണ്ട്, ചിലടത്ത് ബൈലോ ഇല്ല, ചിലർക്ക് ബൈലോ ഇല്ലാതെ തന്നെ അവർ ഇപ്പോൾ ദിലീപേട്ടനെയൊക്കെ എടുക്കുവാണെങ്കിൽ ആരും ആവശ്യപ്പെടാതെ തന്നെ രാജിവെച്ച് പോയ ആളാണ്. എനിക്ക് തോന്നുന്നു ഇനി തിരിച്ചു വരില്ല എന്നും രീതിയിൽ നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ സാറിന് അത് നോക്കിക്കാണുന്നത് എങ്ങനെയാണ്? സാർ ഇപ്പം വളരെ കൗതുകത്തോടു കൂടി എല്ലാ കാര്യങ്ങളും പഠിച്ച് നിൽക്കുന്നൊരവസ്ഥയിൽ സാർ അതെങ്ങനെ നോക്കിക്കാണുന്നു? ഞാൻ ആദ്യം എല്ലാവരോടും പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ ആദ്യം തന്നെ ഈ ബൈലോ പഠിക്കണം. ഓരോ അംഗങ്ങളും ബൈലോ എന്ന് പറയുന്നതാണ് നമ്മുടെ ബൈബിൾ ഓർ ഗീത എന്നല്ല. അപ്പോൾ അത് നിങ്ങൾ പഠിക്കണം. പഠിച്ചാൽ മാത്രമേ നിങ്ങൾ ചെയ്യാൻ പോകുന്ന ഒരു സംഗതി തെറ്റാണോ ശരിയാണോ, അക്കോർഡിംഗ് ടു അവർ ലോസ് അത് ശരിയാണോ, അത് അപ്പം തന്നെ നിങ്ങൾ തീരുമാനിക്കണം. ഇതൊന്നും അറിയാതെയാണ് പബ്ലിക്കിൻ്റെ അടുത്ത് പോയിട്ട് ഒരു പരാതി പറയുന്നത്. അപ്പോൾ എന്താ പറ്റുന്നത് വെച്ചാൽ, പബ്ലിക്കിൻ്റെ ഉള്ളിൽ നമ്മളൊരു തെറ്റിദ്ധാരണ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് പബ്ലിക്കിലേക്ക്.
ഇത് ഇത് നമ്മുടെ ലോ പഠിച്ചിട്ടുണ്ട്, നമ്മുടെ ബൈലോ ശരിക്കും ഇവർ പഠിച്ചവരാണെങ്കിൽ അവർ നമ്മുടെ വിത്തിൻ ദി അമ്മ തന്നെ നമുക്ക് ഒരുപാട് സൊല്യൂഷൻ കാണാൻ പറ്റിയ ഒരുപാട് ക്ലോസസ് അതിനകത്തുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇന്നമാതിരി ചെയ്യാൻ പാടില്ല, ഇന്നത് ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞാൽ ഇപ്പോൾ എനിക്കിത് ബൈലോയിൽ കുറേ അമെൻമെൻറ്റ്സ് വരുത്തണമെന്ന് ആഗ്രഹമുണ്ട് ഇപ്പോൾ. യെസ്, അമെൻമെൻറ്റ്സ് വരുത്തിയേ പറ്റൂ. അതിനകത്ത് ഏറ്റവും എന്നെ വേദനിപ്പിക്കുന്നത്, അത് ഇപ്പോഴല്ല കുറേ കാലങ്ങളായിട്ട് എന്നെ വേദനിപ്പിക്കുന്നത്, കാരണം ഞാൻ ഒറ്റയാനായിട്ട് ഫൈറ്റ് ചെയ്തിട്ട് കാര്യമില്ല. ഞാൻ പലപ്പോഴും ഈ മീറ്റിങ്ങുകളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് കാരണം സംഭവം ഇതാണ്, അതായത് നമ്മൾ ഈ 127 പേർക്ക് ഈ കൈനീട്ടം കൊടുക്കുന്നുണ്ടല്ലോ, കൈനീട്ടം കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് വോട്ടവകാശമുണ്ട്, പക്ഷെ മത്സരിക്കാൻ അവകാശമില്ല. അതെന്ത് ന്യായ? ഞാൻ എൻ്റെ ചോദ്യം അത് അനീതിയല്ലേ? കാരണം നമ്മളൊരു 5000 രൂപ ഒരാൾക്ക് കൊടുക്കുന്നു, പക്ഷെ നിങ്ങൾക്ക് വലിയൊരു അവകാശമാണ് ഞാൻ സ്ഥാനത്ത് മത്സരിക്കാനുള്ളത്. അപ്പോൾ അവനെ ആ ഒരു ആളെ സംബന്ധിച്ചിടത്തോളം വേദനയല്ലേ, അത് ഒരു തരം താഴ്ത്തലല്ലേ, അത് മാറ്റണം എന്നുള്ളത്. അപ്പോൾ ഞാൻ ഉടനെ ഞാൻ ഇപ്പോൾ സപ്പോസ് ഞാൻ ഇതിൻ്റെ പ്രസിഡൻ്റ് ആവുകയാണെങ്കിൽ അത് ഞാൻ മാറ്റും. അവർക്കും കൂടി മത്സരിക്കാനുള്ള അവകാശം ഉണ്ടാകുന്ന ഒരു ബൈലോയിലുള്ള ഒരു അമെൻമെൻറ്റ് വരുത്തും, അങ്ങനെ വരുത്തും. അതുപോലെ തന്നെയാണ് ഇപ്പോൾ പലപ്പോഴും കാണുന്ന ഒരു സംഗതി എന്ന് വെച്ചാൽ, നമുക്ക് വോട്ട് ചെയ്യാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിലും വോട്ടിന് എത്താൻ പറ്റാത്ത ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ. അപ്പോൾ അവർക്കൊരു പോസ്റ്റൽ വോട്ടിൻ്റെ ഒരു സംവിധാനം ഉണ്ടാക്കും, അങ്ങനെ ഉണ്ടാക്കും. പിന്നെ എനിക്ക് കാണുന്നത് വെച്ചാൽ, ഇപ്പോൾ നമുക്കൊരു ഓഫീസുണ്ട്, ഒരുപാട് ഒരു നല്ലൊരു ഓഫീസാണ് ഒരു പക്ഷേ, പക്ഷെ അവിടെ അഡ്മിനിസ്ട്രേഷൻ കറക്റ്റ് അല്ല എന്നുള്ളൊരു ഒരു സംഗതി എനിക്ക് കിട്ടുന്നുണ്ട്. അവിടെ ഒരു നാഥനില്ലായ്മയുണ്ട്. അപ്പോൾ ഒരു ഓഫീസെന്ന് ശ്രമിക്കുമ്പോൾ അതിൻ്റേതായ ഒരു പ്രൊഫഷണൽ ഓഫീസായിട്ട് മാറ്റണം. അതിന് ഹൈലി പ്രൊഫഷണലാണ്. അവിടെ ഓൺലി പ്രൊഫഷൻസ് മാത്രമേ നമ്മൾ ഒഫീഷ്യൽ കാര്യങ്ങൾ മാത്രമേ നടക്കാൻ പാടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ചട്ടക്കൂട് നമ്മളുണ്ടാക്കും. ആർക്കൊക്കെ വരാം, ആർക്കൊക്കെ വരാൻ പാടില്ല. അവിടെ നമ്മളൊരു കംപ്ലീറ്റ് ഒരു വാച്ച് ഡോഗ് മാതിരിയായിരിക്കും നമ്മുടെ ഓഫീസ് വർക്കിൻ്റെ കാര്യത്തിൽ. എങ്കിൽ മാത്രമേ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഒന്നും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ സാർ, അപ്പം തിലകൻ ചേട്ടൻ്റെ കാര്യത്തിൽ നമുക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അദ്ദേഹം നമ്മോടൊപ്പം ഇല്ല. ദിലീപ് ഏട്ടൻ ഇനി വരില്ല എന്ന് പറയുന്നു, പക്ഷെ അദ്ദേഹത്തിന് നമുക്ക് വേണമെങ്കിൽ ഒന്ന് നിർബന്ധിക്കാം. അപ്പോൾ ഇത് ഒരിക്കലും വരില്ല. കാരണം ഞാൻ ദിലീപ് വരണമെന്ന് ആഗ്രഹിക്കുന്നില്ല. കാരണം എന്ന് വെച്ചാൽ എന്തുകൊണ്ടല്ല, ഞാൻ പറഞ്ഞിട്ട് ദിലീപിനെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടില്ല, മനസ്സിലായില്ലേ? ദിലീപിനെ കേൾക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടില്ല. അയാളുടെ നന്മകളെ നമ്മൾ തിരിച്ചറിയാനായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടില്ല. പിന്നെന്താ പറയുന്നത് വെച്ചാൽ, ഒരു കുറ്റം ആരോപിക്കപ്പെട്ട ഒരു മനുഷ്യനാണ് അദ്ദേഹം. ആ കുറ്റം ഇതുവരെ തെളിയിച്ചിട്ടില്ല, മനസ്സിലായല്ലോ? ഏതാണ്ട് എത്ര വർഷമായി കാണും? ഒരു 6-7 വർഷമായില്ലേ? 67 years ആയിപ്പോയി. എൻ്റെ ചോദ്യം എന്താ അറിയോ, ദിലീപിൻ്റെ ഈ കാര്യത്തിൽ ദിലീപിന് എതിരായിട്ട് തെളിവുകൾ ഉണ്ടെങ്കിൽ എന്തിനാണ് ഈ 8 വർഷം? അതിൻ്റെ അർത്ഥം ഈ പോലീസിനോ അതിന് കൺസേൺ ആയിട്ടുള്ള ആൾക്കാർക്ക് ദിലീപിനെതിരായിട്ടുള്ള എവിഡൻസ് കോടതിയിൽ സബ്മിറ്റ് ചെയ്യാൻ ഇതുവരെ സാധിച്ചിട്ടില്ലാത്തതുകൊണ്ടല്ലേ ആ ഡിലേ? നമ്മൾ അങ്ങനെ ആലോചിച്ചൂടെ? അപ്പോൾ അതുകൊണ്ട് അതല്ല അങ്ങനത്തെ കേസിനെ പറ്റി ഞാൻ ഒന്നും പറയുന്നില്ല. ദാറ്റ്സ് എ ഡിഫറെൻറ്റ് തിങ്. അത് കോടതിയാണ് തീരുമാനിക്കുന്നത്, അതൊന്നും പറയുന്നില്ല. പക്ഷേ ദിലീപ് ചെയ്യുന്ന കാര്യങ്ങളെ പറ്റി നമ്മളെല്ലാം മറക്കരുത്. എനിക്ക് ഓർമ്മയുണ്ട്, കാരണം ദിലീപിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയ സമയത്ത്, കാരണം ദിലീപ് ഒരുപാട് ഈ ആർട്ടിസ്റ്റുകൾക്ക് മാത്രമല്ല പുറത്തു നിന്ന ആൾക്കാർക്കും മാസം സഹായിക്കുന്ന ഒരാളാണ്. എല്ലാ ഉന്നതികളും ഇയാളുടെ പണം ഓരോ വീടുകളിൽ എത്തിക്കുന്നുണ്ട്. അത് ഇദ്ദേഹം ഇതിനകത്ത് ഈ ജയിലിനകത്ത് പോയതിന് ശേഷവും തുടർന്നുകൊണ്ട് പോയി. അദ്ദേഹം പറഞ്ഞു, ഒരു കാരണവശാലും ഇത് മുടക്കം വരരുത്, ഞാൻ ജയിലിരുന്നാലും പുറത്തിരുന്നാലും ഇത് കറക്റ്റായിട്ട് എത്തണമെന്ന് പറഞ്ഞു. എത്ര പേർക്ക് അത് സാധിക്കും? അപ്പോൾ അയാളുടെ നന്മ നമ്മൾ മനസ്സിലാക്കണ്ടേ? അത് മനസ്സിലാക്കുന്നില്ല എന്നാണ്. അതെന്താ വെച്ചാൽ അത് മീഡിയയും അത്
മനസ്സിലാക്കുന്നില്ല, പ്രേക്ഷകരും മനസ്സിലാക്കുന്നില്ല. അത് ഒരു വേദനയുണ്ട്. അപ്പോൾ ഞാൻ വെച്ചാൽ ദിലീപ് ഞാൻ വരില്ല എന്ന് പറയുന്നുള്ള റീസൺ ഇതാണ്. എന്നെ മനസ്സിലാക്കാത്തൊരു സ്ഥലത്ത് ഞാൻ എന്തിനാ വരണേ? അത്രമാത്രം അയാളുടെ വേദന, അയാൾ അത്രയും വേദനിച്ചിട്ടുണ്ട്. അത്രയും അയാൾ വേദനിച്ചിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. കാരണം അത് ഒരു തെറ്റ് ചെയ്തോ ഇല്ലെന്നുള്ളതല്ല, തെറ്റ് ചെയ്ത് ഒരു ഗൂഢാലോചന ഇതുവരെ തെളിയിക്കാൻ പറ്റിയിട്ടില്ല. തെളിയിക്കട്ടെ, തെളിയിച്ചു കഴിഞ്ഞാൽ ശിക്ഷിക്കപ്പെടണമെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ, അതൊന്നും നമുക്ക് പ്രശ്നമല്ല. പക്ഷെ ഒരാളിങ്ങനെ ടോർച്ചർ ചെയ്ത് കൊണ്ടുപോവാണ്. ദിലീപിൻ്റെ കുടുംബം, അമ്മ, അവരെ പറ്റൊന്നും ആലോചിക്കണ്ടേ? ഓക്കെ സാറ് ഇതേ ഫീലിംഗ് തന്നെയാണോ സാറിന് തിലകൻ സാറിനോടും? തീർച്ചയായിട്ടും അതൊക്കെ നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാം. ശരിക്കും ഒറ്റപ്പെടുത്തിയത് തന്നെയായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. അല്ല, അതെന്താ വെച്ചാൽ ഒറ്റപ്പെടുത്തി എന്നുള്ളതല്ല. കാരണം തിലകേട്ടൻ്റെ സ്വഭാവം അങ്ങനെയാണ്, മനസ്സിലായില്ല. എന്ത് കാര്യങ്ങൾ തുറന്ന് പറയും. അത് നമ്മളൊരു കാരണവർ എന്ന നിലയ്ക്ക് നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോയിരുന്നെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാകുമായിരുന്നില്ല. കാരണം തിലകേട്ടൻ എല്ലാ കാര്യങ്ങളും തുറന്ന് പറയും, എല്ലാവരും ചീത്ത പറയും. പക്ഷെ അത് നമ്മൾ അദ്ദേഹത്തിൻ്റെ വയസ്സും അദ്ദേഹത്തിൻ്റെ പ്രായവും അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസും ആസ് എ നടൻ എന്ന നിലയ്ക്ക് ഒരു അമൂല്യമായ ഒരു നടൻ്റെ വൈഭവമല്ല അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തെ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം.